ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കൊടുക്കാൻ കൊള്ളൂല ഗായ്സ്, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു ഹായ് ഗായ്സ് ഒന്നും ഇവിടെ BTS എടുക്കാടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു പാർവതി അജിത് വ്ലോഗ്സ്. പാർവതി അജിത് പാറൂസ് യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലും ഈ സഹധർമ്മിക്ക് അറിയില്ല. Or your money if you didn't buy anything from our college canteen. Geomart college canteen സഞ്ചി. ഫസ്റ്റ് ഇസ് Geomart. ഇപ്പം കുറച്ച് ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന ഒരു നൈറ്റ് വ്ലോഗാണ്. അങ്ങനെയില്ല ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു കണ്ടന്റും ഇല്ലാതെ ഇരിക്കുന്നു. നമ്മൾ പഠിച്ചൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു, നല്ല നല്ല കുട്ടികളാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഒന്നും ഇന്ന് വീഡിയോ ഇടാനില്ല, മനസ്സിലായില്ല ഗായ്സ്. ഞാൻ മേടിക്കുന്നതുണ്ട് ഗായ്സ്, ഇതിന്റെ കളർ അല്ല അതിൽ വരുമ്പോൾ. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ക്യാമറയിൽ കറക്റ്റ്. ഇത് പച്ചയാണ് ഗൈസ്, അതൊരു നീല ഒരു അക്വാ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പശുവിൻ പാലാണ്. ഞങ്ങൾ തൊട്ട് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ പശുവിനെ കാണാം. പശുവിൻ്റെ പാല് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച് എനിക്ക് തരത്തില്ലായിരുന്നു പുള്ളിക്കാരൻ. ആക്ച്വലി എനിക്ക് എന്നും പാല് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവർക്ക് അങ്ങനെ കൊടുക്കാറില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്കൊന്നും വേണ്ടാതെ. ഓക്കെ, ആകെപ്പാട് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി വെക്കണം. അപ്പോൾ നല്ലൊരു മനുഷ്യൻ നമുക്ക് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു 50 രൂപയ്ക്ക് എല്ലാവർക്കും കൊടുക്കുന്ന 4 ലിറ്റർ പാല്, നിങ്ങളായത് 35 രൂപ എന്നാണ് പറഞ്ഞത്. ഇത് ആർക്കും തരാതെയാണ് നമുക്ക് പാല് തരുന്നത്. അപ്പം ആ പുള്ളിക്കാരനോട് നന്ദിയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ പശുവിൻ പാലിന് 1/2 ലിറ്ററിന് എത്ര രൂപയാണ് കമന്റ് ബിൽ. ഓക്കെ, സോ ഇന്ന് വേറെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ രാത്രി ബിരിയാണി, ഇവിടെ ബിരിയാണി ഉള്ളൂ. ബിരിയാണി അങ്ങ് തിരുവനന്തപുരത്ത് നല്ല ഫുഡാണ് ഗൈസ്. ഇവിടെ ഈ കുഴിഗ്രാമത്തൊന്നുമില്ല, എല്ലാം ചിക്കൻ അങ്ങനെയാണ്. ചിക്കൻ ഫ്രൈ പോലും മര്യാദയ്ക്ക് ഒരു കടയില്ല. ചിക്കൻ പൊരിച്ചത്. ഇവിടെ ഈ കുട്ടി ഇപ്പോൾ റീൽസ് കാണുവാണ്. അപ്പോൾ അതാണ് പശുവിൻ പാലിൻ്റെ കഥ. ഈ പശുവിൻ പാല് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാച്ചി വെക്കും. കാച്ചി നല്ല ലോ ഫ്ലെയിമിലാക്കി കാച്ചി വെക്കുമ്പോൾ 3 ഗുണം. നമുക്ക് പാല് കുടിക്കാം, പക്ഷേ പാല് 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കും. തിളപ്പിച്ചാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേനും. ആൻഡ് പിന്നെ എന്ന് പറയുന്നത് നല്ല പാടം, നല്ല പശുവിൻ്റെ പാടം. പക്ഷേ എനിക്കൊന്ന് കൃപയുടെ വീട്ടിലെ പശുവിൻ്റെ പാലിനാണ് ഭയങ്കര പാടുള്ളത്, ഭയങ്കര കൊഴുപ്പുള്ളത്. ഇവിടെ ആവശ്യത്തിനുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയില്ല. പക്ഷേ അവിടുത്തെ പാൽ എന്താണോ പശു കഴിക്കുന്നത്? എന്താണ് അവിടുത്തെ പശുവിൻ്റെ സീക്രട്ട്? പുളുമ്പൊടിയും പിണ്ണാക്കും. എന്തോ എനിക്ക് മനസ്സിലായില്ല. പുളുമ്പുടി എനിക്കറിയില്ല. അപ്പം ഇവളുടെ വീട്ടിൽ ഇടുക്കിയിലുള്ളവർ കൃപാമോളുടെ ഡാഡിനെ സന്ദർശിച്ചാൽ മതി. പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ്. ഫ്രീ പ്രൊമോഷൻ. അപ്പം നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. എല്ലാത്തിനും വരുമാനം ഉണ്ടാക്കണമെന്നാണല്ലോ, കഷ്ടപ്പെട്ട് ജീവിക്കണം. എനിക്ക് കഷ്ടപ്പെടിയാണ് ഗൈസ്, കണ്ട ഇത് കിടും. എന്നാൽ വേറൊരു ഇത് അപ്പൊ പശുവിന്റെ മൂന്നാമത്തെ വെച്ചാൽ നമ്മൾ ഈ പാട എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് എന്തുണ്ടാക്കാം? ഗീ ഉണ്ടാക്കാം, ബട്ടർ ഉണ്ടാക്കാം. 4 കാര്യം. പിന്നെ നമുക്ക് തൈര് ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം. ഗൈസ് വേറെ പണിയൊന്നുമില്ല, എല്ലാം ഇവിടെ പരിപാടിയൊന്നും ഇല്ലാത്തവരെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് പശുവും പാലിനെ പറ്റി. ഇങ്ങനെ തമ്മനയിൽ ഇടണം, തമ്മനയിൽ ഫോട്ടോ ഇടണം കേട്ടോ. തമ്മനയിൽ പശുവും പാല് ഞാൻ വല്ലപ്പോഴൊക്കെ വേണ്ടിയിട്ടുള്ളൂ ഗൈസ്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, ഭയങ്കര ലാഗ് ആവുന്നുണ്ട് എനിക്ക് അറിയാം വീഡിയോ, പക്ഷേ വേറെ നിവർത്തിയില്ല. മനസ്സിലായില്ലേ? കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഇതാണ് നമ്മുടെ കണ്ടന്റ് അല്ലേ ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സ് ആണ് ഗൈസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മളിവിടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് സ്റ്റുഡൻസ് നിൽക്കുന്നത്. നിങ്ങൾ കോടീശ്വരികൾ അങ്ങനെയല്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കി തന്നെ കുക്ക് ചെയ്ത് പഠിച്ചു, ജോലി മേടിച്ച് ജോലി ഒന്നും ആയിട്ടില്ല കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ജോലി പഠിക്കുന്ന കുട്ടികളാണ്. ഇവിടെ 5 പേരാണ് താമസിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ബംഗാളി ചേട്ടന്മാരുണ്ട് ഗൈസ്. അത് കുറച്ച് നമ്മൾ ആദ്യം വിചാരിച്ചു ബുദ്ധിമുട്ടാണ് എന്ന്, പക്ഷേ എങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് വെറുതെ ആണ്. നമുക്ക് ഭയങ്കര പ്രൈവസി കുറവാണ് ഗൈസ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് രാത്രി, പക്ഷേ ഈ ഭയങ്കര നല്ലതാണെങ്കിലും ഇവർ ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടെ നമുക്ക് അറിയില്ലോ. നമ്മൾ കുറച്ച് പെമ്പിള്ളേരും അവർ കുറച്ചാണ്, അവർ ഫാമിലിയോടെ താമസിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇടും ഗൈസ്. കാരണം വീട്ടുകാർ നമ്മളെ ഗൈസ് അവിടെ ഒരു റീലൊക്കെ കണ്ടിട്ട് ഇവിടെയൊന്നും കഴിക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് ആണ്. അതിനെ കാണുമ്പോൾ എല്ലാവരും മനസ്സിലാവും ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ്. ഗൈസ് ഇവിടെ എപ്പോഴും ഇവിടെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഓഡിഷൻ ചെയ്യും ഗൈസ്. കൊള്ളാല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു രാത്രി നമ്മുടെ റൊട്ടീൻ എന്ന് പറയുന്നത് പഠിക്കുന്നു, തിന്നുന്നു, ഉണ്ടാക്കുന്നു, സൊറ പറയുന്നു വളരെ കുറവാണ്. എന്തെങ്കിലും പടി ഉണ്ടെങ്കിൽ ചെയ്തു, ഇത് തന്നെ എന്നും അങ്ങനെയാണ് ഗൈസ്. അവരുടെ കൂട്ടുകാർ വിളിക്കുന്നു, വേണ്ടി പോയി സംസാരിക്കാവും. സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുന്നു. ഇന്നത്തെ വ്ലോഗിന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാത്ത ഇതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽ തിളപ്പിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗൈസ് ഞാൻ ഇന്നും സഞ്ചിക്ക് പോയി. അത് നിങ്ങൾക്ക് എന്നും സഞ്ചിക്ക് പോകുമ്പോൾ ബോർ അടിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇന്ന് വ്ലോഗ് ഇടുന്നില്ല, ഷോർട്സ് ഇടുന്നില്ല. എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സഞ്ചിക സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ട്, പക്ഷേ സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോൾ സൂപ്പർ ആയി പോയതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ്. ഇന്നത്തെ വ്ലോഗിന് ഇതെന്താണ് മേടിക്കാതെ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യേണ്ടേ? നിങ്ങൾ വേണം ആ കൊച്ചിൻ്റെ വ്ലോഗ് സൂപ്പർ ആയിരുന്നു പറയാം. എല്ലാവരും എൻ്റെ പാറുവിനെ പ്രൊമോട്ട് ചെയ്യണം. കാരണം അവൾ പച്ച പിടിച്ചിട്ടാണ് എനിക്ക് അവളെ ഓസിച്ചിട്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നമ്മൾ റോ ക്ലിപ്സ് ആയിരിക്കും. കാലൊക്കെ കാത്തി വെച്ചിരുന്നെങ്കിൽ